ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് ദോസ്ത് കി പോഷാക് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ക്वेश्चन आंसर्स മനസ്സിലാക്കാം. तुम्हारे सवाल कहानी के बारे में कोई 5 प्रश्न बनाकर नीचे दी गई जगह में लिखो. കോപ്പി में उनके उत्तर लिखो. എന്താണ് ചെയ്യേണ്ടത്? ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ഈ താഴെ കൊടുത്തിരിക്കുന്ന പ്ലേസിൽ എഴുതണം. അതിൻ്റെ ആൻസേഴ്സ് കോപ്പിയിലും എഴുതണം, നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നസീറുദ്ദീൻ കിസ്സെ മിൽക്കർ ബഹുത് ഖുഷ് ഹുവേ. നസീറുദ്ദീൻ ആരെ കണ്ടപ്പോഴാണ് വളരെയധികം സന്തോഷവാനായത്? നസീറുദ്ദീൻ തൻ്റെ പഴയ സുഹൃത്തായ ജമാൽ സാഹിബിനെ കണ്ടപ്പോഴാണ് വളരെയധികം സന്തോഷവാനായത്. ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? നസീറുദ്ദീൻ അപ്നെ ബഹുത് പുരാനെ ദോസ്ത് ജമാൽ സാഹിബ് സെ മിൽക്കർ ബഹുത് ഖുഷ് ഹുവേ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്തെഴുതാം? जमाल साहब ने नसीरुद्दीन के साथ उनके मोहल्ले में घूमने से क्यों मना कर दिया? ജമാൽ സാഹബ് നസീറുദ്ദീൻ്റെ കൂടെ നസീറുദ്ദീൻ്റെ മൊഹല്ലയിലെ ആ തെരുവിൽ കറങ്ങുന്നതിൽ നിന്ന് പിന്മാറിയത് എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹം ഒരു സാധാരണ ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്, ഒരു പഴയ ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ക്യോങ്കി ഉन्होंने മാമൂലി പോഷാക് പെഹൻ രഖി थी. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഏതെഴുതാം? ये सुनकर जमाल साहब पर तो मानो गढ़ों पानी पड़ गया. क्या सुनकर जमाल साहब पर गढ़ों पानी पड़ गया? गढ़ों पानी पड़ गया എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം നാണം കെട്ടുപോയി, ഷർമിന്ദ ഹോ ഗയ. ജമാൽ സാഹബ് നാണം കെട്ടുപോയി. എന്ത് കേട്ടപ്പോഴാണ് ജമാൽ സാഹബ് നാണം കെട്ടുപോയത്? ജമാൽ സാഹബ് നസീറുദ്ദീൻ की अचकन पहनकर उनके मोहल्ले में घूमने निकले. ജമാൽ സാഹബ് നസീറുദ്ദീൻ്റെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് സ്ട്രീറ്റിൽ കറങ്ങാനായിട്ട് ഇറങ്ങി. അച്കൻ എന്ന് പറഞ്ഞാൽ ലോങ് ഡ്രസ്സ്. ദോസ്കോ ലേക്കർ നസീറുദ്ദീൻ പഡോസിക്ക് ഘർ ഗയെ. തൻ്റെ സുഹൃത്തിനെയുമായിട്ട് നസീറുദ്ദീൻ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി. പഡോസി സെ ഉൻകാ പരിചയ കർവാത്തെ ഹുവേ നസീറുദ്ദീൻ ने कहा इन्होंने जो अचकन पहन रखी है वह मेरी है. അയൽവാസിക്ക് ജമാൽ സാഹിബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നസീറുദ്ദീൻ പറഞ്ഞു, ഇദ്ദേഹം ധരിച്ചിട്ടുള്ള ഈ ഡ്രസ്സ് എൻ്റേതാണ്. യഹ് സുൻകർ ജമാൽ സാഹബ് പർ മാനോ ഗഡോം പാനി പട് ഗയ. ഇത് കേട്ടപ്പോൾ ജമാൽ സാഹബ് ആകെ നാണം കെട്ടുപോയി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്തെഴുതാം? നസീറുദ്ദീനെ കിസ്സെ മാഫി മാങ്കി. നസീറുദ്ദീൻ ആരോടാണ് മാപ്പ് അപേക്ഷിച്ചത്? ആരോടായിരുന്നു? നസീറുദ്ദീനെ അപ്നെ ദോസ്ത് ജമാൽ സാഹബ് സെ മാഫി മാങ്കി. അടുത്ത ക്വസ്റ്റ്യൻ ഏതെഴുതാം? ക്യാ നസീറുദ്ദീനെ ജാൻ ബൂജ്കർ ഗൽത്തി കി. നസീറുദ്ദീൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തതാണോ? नहीं, दरअसल वह कम बुद्धि वाला आदमी था. उसे इतनी समझ नहीं थी कि कहाँ पर कैसी बातें करनी चाहिए. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എവിടെ എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന്. അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം തെറ്റ് ചെയ്തതല്ല. അടുത്തത് തുമാരി ബാത്. നസീറുദ്ദീൻ और ജമാൽ സാഹബ് ബൻ ടൻകർ घूमने के लिए निकले. നസീറുദ്ദീനും ജമാൽ സാഹബും അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് കറങ്ങാനായിട്ട് പുറപ്പെട്ടു. ബൻ ടൻകർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട്. തും ബൻ ടൻകർ കഹാ കഹാ ജാത്തേ ഹോ. നിങ്ങൾ അണിഞ്ഞൊരുങ്ങിയിട്ട് എങ്ങോട്ടൊക്കെയാണ് പോകാറുള്ളത്? എവിടെയൊക്കെയാണ് പോകാറുള്ളത്? ആൻസർ എങ്ങനെ എഴുതാം? ടൻകർ മേ വിവാഹ സമാരോഹ മേ, ജന്മദിൻ സമാരോഹ മേ തഥാ മോൾ മേ ജാത്താ ഹോ എന്ന് എഴുതാം. വിവാഹ സമാരോഹം എന്ന് പറഞ്ഞാൽ വിവാഹ സെലിബ്രേഷനിലും ബർത്ത്ഡേ സെലിബ്രേഷനിലും മോളിലുമൊക്കെ പോകാറുണ്ട് എന്ന് എഴുതാം. തും കിസ് തരസെ ബൻതേ ടൻതേ ഹോ. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അണിഞ്ഞൊരുങ്ങാറുള്ളത്? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരുങ്ങാറുള്ളത്? അതാണ് എഴുതേണ്ടത്. മേ നയെ കപ്പടെ ഓർ ജൂത്തെ പെഹൻകർ ബൻതാ ടൻതാ ഹോ. ഞാൻ പുതിയ ഡ്രസ്സും പുതിയ ഷൂ ഒക്കെ ധരിച്ചിട്ട് അണിഞ്ഞൊരുങ്ങാറുണ്ട് എന്ന് എഴുതാം. അടുത്തത് തുമാരി സമജ് സെ. तीसरे मकान से बाहर निकलकर ജമാൽ സാഹബ് നസീറുദ്ദീൻ സെ ക്യാ കഹാ ഹോഗ. മൂന്നാമത്തെ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ജമാൽ സാഹബ് നസീറുദ്ദീനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അബ് മുझे तुम्हारे साथ कहीं नहीं जाना है, मुझे वापस ले चलो എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ എങ്ങോട്ടും പോകണ്ട, എന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. जमाल साहब अपने मामूली से कपड़ों में घूमने क्यों नहीं जाना चाहते होंगे? ജമാൽ സാഹബ് തൻ്റെ സാധാരണ ഡ്രസ്സിൽ കറങ്ങാൻ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? शायद उनका ख्याल हो कि आदमी की हैसियत की पहचान उसके कपड़ों से होती है. अगर वे मामूली से कपड़े पहनेंगे तो लोग समझेंगे कि वे मामूली या साधारण आदमी है. शायद उनका ख्याल हो कि ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിചാരം എന്തായിരിക്കും? ആദ്മിക്ക് ഹേസിയത്ത്,
ആളുകളുടെ സ്റ്റാറ്റസ്, ആളുകളുടെ സ്ഥിതി ഹൈസിയത്ത് കി പെഹചാൻ ഉസ്കെ കപ്പടോം സെ ഹോത്തി ഹെ. ആളുകളെ മനസ്സിലാക്കുന്നത് അവരുടെ ഡ്രസ്സുകളിൽ നിന്നാണെന്നായിരിക്കും അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക. अगर वे मामूली से कपड़े पहनेंगे तो लोग समझेंगे कि वे मामूली या साधारण आदमी है. അഥവാ അദ്ദേഹം സാധാരണ ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ ആളുകൾ വിചാരിക്കും അദ്ദേഹം ഒരു പാവപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഒരു സാധാരണ ആളാണ് എന്ന് കരുതും എന്ന് അദ്ദേഹം വിചാരിച്ചു. നസീറുദ്ദീൻ अपने अचकन के बारे में हमेशा क्यों बताते होंगे. നസീറുദ്ദീൻ തൻ്റെ ഈ ഡ്രസ്സിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഉന്നെ അപ്ന അച്ചക്കൻ ബഹുത് പ്രിയ ഹോഗ. അദ്ദേഹത്തിന് തൻ്റെ അച്ചക്കൻ വളരെയധികം ഇഷ്ടമായിരിക്കും, ഈ ലോങ് ഡ്രസ്സ് വളരെയധികം ഇഷ്ടമായിരിക്കും. ഓർ വ സബ്കോ ഉസ്കെ ബാരെ മേ ബത്താനെ കി ഇച്ഛ രഖ്തേ ഹോങ്കെ. പിന്നെ അതുകൂടാതെ അദ്ദേഹം എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും. गपशप. जब जमाल साहब और नसीरुद्दीन हुसैन साहब के घर से बाहर निकले तो उन्होंने अपनी बेगम को नसीरुद्दीन और जमाल साहब से मुलाकात का किस्सा सुनाया. ജമാൽ സാഹബും നസീറുദ്ദീനും ഹുസൈൻ സാഹബിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹുസൈൻ സാഹബ് തൻ്റെ ഭാര്യയോട് നസീറുദ്ദീനെയും ജമാൽ സാഹിബിനെയും കുറിച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും, ആ കഥകളൊക്കെ പറഞ്ഞു കാണും. ഉൻ ദോനോക്കെ ബീച്ച് മേ ക്യാ ബാത്ചീത് ഹുയി. അവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്ത് സംസാരമായിരിക്കും, എന്ത് സംഭാഷണമായിരിക്കും നടന്നിട്ടുണ്ടാവുക. ലിക്കർ ബത്താവ്, എഴുതിയിട്ട് പറയണം. ഈ ഹുസൈൻ സാഹബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ എഴുതണം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജമാൽ സാഹബും നസീറുദ്ദീനും ഹുസൈൻ സാഹിബിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ഹുസൈൻ സാഹബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? ബേഗം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുകയായിരിക്കും, കോൻ ആയാത്ത, ആരായിരുന്നു വന്നിരുന്നത്? ഹുസൈൻ സാഹബ്, നസീറുദ്ദീൻ അപ്നെ ദോസ്ത് കെ സാത്ത് ആയാത്ത, നസീറുദ്ദീൻ തൻ്റെ സുഹൃത്തിനോടൊപ്പം വന്നതായിരുന്നു. ബേഗം, ദോസ്ത് കാ നാം ക്യാ താ, സുഹൃത്തിൻ്റെ പേരെന്തായിരുന്നു? ഹുസൈൻ സാഹബ്, ജമാൽ, വ ഉസ്കാ ബഹുത് പുരാന ദോസ്ത് താ, ജമാൽ എന്നായിരുന്നു, അദ്ദേഹം നസീറുദ്ദീൻ്റെ വളരെ പഴയ സുഹൃത്തായിരുന്നു. ബേഗം, തബ് ക്യാ ക്യാ ബാത്തേ ഹുയി, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്? ഹുസൈൻ സാഹബ്, തും തു ജാൻതി ഹി ഹോ നസീറുദ്ദീൻ കോ, ക്യാ ഖൂബ് ഇൻസാൻ ഹെ, നിനക്കറിയാമല്ലോ നസീറുദ്ദീനെ കുറിച്ച്, അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് നിനക്ക് അറിയാമല്ലോ. അപ്പോൾ ബേഗം, ഇസ്കാ മത്ലബ് ഹേ ഉസ്നെ ഫിർ കുച്ച് മസീദാർ ബാത് കഹി ഹോഗി, അപ്പോൾ ഇതിൻ്റെ അർത്ഥം അദ്ദേഹം എന്തെങ്കിലും തമാശയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഹുസൈൻ സാഹബ് പറയുകയാണ്, हाँ हाँ तुमने ठीक अनुमान लगाया. नसीरुद्दीन अपने दोस्त जमाल साहब का परिचय कराते समय कह रहा था कि इन्होंने जमाल साहब ने अपनी ही अचकन पहन रखी है. ഹുസൈൻ സാഹബ് എന്താണ് പറയുന്നത്? നീ അനുമാനിച്ചത് ശരി തന്നെയാണ്. നസീറുദ്ദീൻ തൻ്റെ ദോസ്തായ ജമാൽ സാഹിബിനെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞിരുന്നു ഇദ്ദേഹം ധരിച്ചിട്ടുള്ള ഡ്രസ്സ് തൻ്റേതാണെന്ന്. बेगम, तब तो जमाल साहब ज़रूर नसीरुद्दीन का ही अचकन पहनकर घूमने निकले होंगे. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ജമാൽ സാഹബ് എന്തായാലും നസീറുദ്ദീൻ്റെ ഡ്രസ്സ് ധരിച്ചിട്ട് തന്നെയായിരിക്കും കറങ്ങാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഹുസൈൻ സാഹബ് പറയുകയാണ്, മുജേ ബി ऐसा ही लगता है, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ബേഗം, തബ് तो ജമാൽ സാഹബ് ज़रूर नाराज़ हुए होंगे, അപ്പോൾ ജമാൽ സാഹിബിന് എന്തായാലും ദേഷ്യം വന്നു കാണും. ഹുസൈൻ സാഹബ്, ഉൻകി ചെഹരെ സെ തോ ऐसा ही लग रहा था, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അത് നിങ്ങൾ എഴുതുക, അവരെന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക അത് നിങ്ങൾ എഴുതുക. അടുത്തത് ഘൂംന ഫിർന, കറങ്ങുക. നസീറുദ്ദീനെ കഹ ചലോ ദോസ്ത് മൊഹല്ലെ മേ ഘൂമായെ. നസീറുദ്ദീൻ പറഞ്ഞു, വരൂ സുഹൃത്തെ, നമുക്ക് ഈ സ്ട്രീറ്റിൽ കറങ്ങി വരാം. जब नसीरुद्दीन अपने दोस्त से मिले वे उसे अपना मोहल्ला दिखाने ले गए. നസീറുദ്ദീൻ തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം സുഹൃത്തിനെ ആ സ്ട്രീറ്റിൽ അവരുടെ തെരുവെല്ലാം കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ജബ് തും അപ്നെ ദോസ്തോം സെ മിൽത്തേ ഹോ തബ് ക്യാ ക്യാ കർത്തേ ഹോ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് അത് നിങ്ങൾ എഴുതുക. फॉर एग्ज़ाम्पल നമുക്കിങ്ങനെ എഴുതാം, जब मैं अपने दोस्तों से मिलता हूँ तो मैं भी आस पड़ोस में घूमने जाता हूँ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണുകയാണെങ്കിൽ ഞാനും അടുത്തൊക്കെ കറങ്ങാനായിട്ട് പോകുന്നു.
ढेर सारी चीज़ें खरीदता हूँ, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. दोस्तों के साथ मनपसंद चीज़ें खाता हूँ. സുഹൃത്തുക്കളുടെ കൂടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കുന്നു. ഉൻകെ സാത്ത് ഗപ്ഷപ്പ് കർത്താ ഹൂം, അവരുടെ കൂടെ കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നു. ഖൂബ് ഹസ്താ ഹസാത്താ ഹൂം, ഒരുപാട് ചിരിക്കുകയും അവരെ ചിരിപ്പിക്കുകയും ചെയ്യുന്നു. കഭി കഭി ഉൻകെ സാത്ത് ഖേൽത്താ ഭീ ഹൂം, ചിലപ്പോഴൊക്കെ അവരുടെ കൂടെ കളിക്കുകയും ചെയ്യുന്നു. അടുത്തത് കർക്കെ ദിഖാവോ, നിങ്ങൾ ചെയ്ത് കാണിക്കണം. നീച്ചെ കുച്ച് വാക്യ ലിഖേ ഹേ തുമേ ഇൻക അഭിനയ കർണ ഹെ, താഴെ കുറച്ച് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങളിത് ആക്ട് ചെയ്ത് കാണിക്കണം, അഭിനയിച്ച് കാണിക്കണം. തും ചാഹോ തോ കഹാനി മേ ദേഖ് സക്തേ ഹോ കി ഇൻ കാമോ കാ സിക്ർ കഹാ ആയാ ഹെ, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നോക്കിയിട്ട് ഇത് എവിടെയൊക്കെയാണ് ഈ സ്റ്റോറിയിൽ വന്നിട്ടുള്ളതെന്ന് നോക്കി മനസ്സിലാക്കാം. സിക്ർ എന്ന് പറഞ്ഞാൽ മെൻഷൻ. ബൻ ടൻകർ ഘൂംനെ കെ ലിയെ നിക്കൽന, അങ്ങനെ പറഞ്ഞാൽ എന്താ, നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങുക. അത് നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. ഗഡവും പാനി പഠന, നാണം കെട്ടുപോവുക, അതും നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. മുഹ് ബനാക്കർ ഷിക്കായത് കർണ, അതായത് മുഖത്ത് സന്തോഷമില്ലാത്ത ഭാവം കാണിക്കുക. ഗരം ജോഷി സെ സ്വാഗത് കർണ, വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക, വളരെ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുക. നാരാസ് ഹോന, ദേഷ്യപ്പെടുക. ദേഖ്തേ ഹി രഹ്ജാന, ആശ്ചര്യപ്പെട്ടുകൊണ്ട് നോക്കി നിൽക്കുക, ആശ്ചര്യപ്പെട്ടുകൊണ്ട് മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുക. ഇവയൊക്കെ നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. അടുത്തത് ഗഡവും പാനി പഠന. നസീറുദ്ദീൻ की बात सुनकर ജമാൽ സാബ് पर तो मानो ഗഡവും പാനി പഠ गया. നസീറുദ്ദീൻ്റെ സംസാരം കേട്ടിട്ട് ജമാൽ സാബ് നാണം കെട്ടുപോയി. ഗഡവും പാനി പഠന എന്ന് പറഞ്ഞാൽ എന്താണ്, ഷർമിന്ദ ഹോന, നാണം കെട്ടു പോവുക. ഗഡവും പാനി പഠന एक मुहावरा है, ഇതൊരു ഭാഷാ ശൈലിയാണ്. इसका क्या मतलब हो सकता है पता लगाओ, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഷർമിന്ദ ഹോന. तुम इसका मतलब पता करने के लिए अपने साथियों या बड़ों से बातचीत कर सकते हो या ശബ്ദകോശ് देख सकते हो, നിങ്ങൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഫ്രണ്ട്സിനോട് ചോദിക്കാം, സംസാരിക്കാം, അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കാം. इस मुहावरे को सुनकर मन में एक चित्र सा बनता है, ഈ മുഹാവര കേട്ടിട്ട് മനസ്സിലൊരു ചിത്രം രൂപപ്പെടുന്നുണ്ട്. ഘടവും പാനി പഠന, അതായത് ഘട എന്ന് പറഞ്ഞാൽ പോട്ട്, മൺപാത്രം, അത് നിറയെ വെള്ളം, അങ്ങനെ ഒരു ചിത്രം മനസ്സിൽ വരുന്നുണ്ട്. തുമ്പി കിനി ദോ മുഹാവരോക്കെ ബാരമേ ചിത്ര ബനാവോ, നിങ്ങളും ഏതെങ്കിലും 2 മുഹാവരയെക്കുറിച്ചുള്ള ചിത്രം ഉണ്ടാക്കണം. കുച്ച് മുഹാവരെ ഹം ദേ ദേത്തെ ഹേ തും ചാഹോ തോ ഇൻമേ സെ കോയി പസന്ദ് കർ സക്തേ ഹോ, കുറച്ച് മുഹാവര ഞങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിർ മുണ്ടാത്തേഹി ഓലയെ പഠന, സിർ എന്ന് പറഞ്ഞാൽ തല, മുണ്ടാത്തേഹി അതായത് മൊട്ടയടിക്കുക, മൊട്ടയടിച്ചപ്പോഴേക്കും തലയിൽ ഓലയെ പഠന, ഓല എന്ന് പറഞ്ഞാൽ ഹെയിൽ, ആലിപ്പഴം, തല മൊട്ടയടിച്ചപ്പോഴേക്കും തലയിൽ ആലിപ്പഴം വീഴുക. ഇതിൻ്റെ ചിത്രം നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇതിൻ്റെ അർത്ഥം എന്താണ്, കിസി കാം കോ ശുരു കർത്തേ ഹി ഉസ്മേ മുസീബത്ത് ആജാന, അതായത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ തുടങ്ങുമ്പോഴേക്കും അതിന് മുടക്കം വരിക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക. അടുത്തത് ഊണ്ട് കെ മുഹ് മേ ജീരാം, ഒട്ടകത്തിൻ്റെ വായിൽ ജീരകം. മുഹ് എന്ന് പറഞ്ഞാൽ വായ, ഊണ്ട് ഒട്ടകം. ഇതിൻ്റെ ചിത്രം നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇതിൻ്റെ അർത്ഥം എന്താണ്, ആവശ്യകത സെ ബഹുത് കം പ്രാപ്ത് ഹോനെ വാലി ചീസ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാളും വളരെ കുറച്ച് മാത്രം ലഭിക്കുക. ഒട്ടകത്തിൻ്റെ വായിൽ 2-3 ജീരകം വെച്ചാൽ അത് അതിന് തികയില്ല, കാരണം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ദിയ തലേ അന്തേര, ദിയ എന്ന് പറഞ്ഞാൽ വിളക്ക്, തലേ താഴെ, വിളക്കിന് താഴെ ഇരുട്ട്. ഇതിൻ്റെ ചിത്രം നമുക്ക് എങ്ങനെ വരയ്ക്കാം, നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതിൻ്റെ അർത്ഥം എന്താണ്, ദൂസരോं को उपदेश देने वाले व्यक्ति का खुद का अच्छा आचरण न होना, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വന്തം സ്വഭാവം ചീത്തയായിരിക്കുക. അതായത് വിളക്ക് അതിന് ചുറ്റിലും പ്രകാശം പരത്തുന്നു, പക്ഷേ അതിൻ്റെ തൊട്ടു താഴെ ഇരുട്ടായിരിക്കും. അടുത്തത് ഈദ് കാ ചാന്ദ്, പെരുന്നാൾ നിലാവ്. അതിൻ്റെ അർത്ഥം എന്താണ്, किसी व्यक्ति का या फिर किसी चीज़ का बहुत दिनों बाद दिखाई देना, ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ
വളരെ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ കാണുക, എല്ലായ്പ്പോഴും കാണുന്നില്ല. ഇതിൻ്റെ ചിത്രം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അടുത്തത് कौन है कैसा. नसीरुद्दीन एक भड़कीले अचकन निकाल कर लाए. भड़कीले शब्द बता रहा है कि अचकन कैसी थी. कहानी में से ऐसे और शब्द छांटो जो किसी के बारे में कुछ बताते हों. उन्हें छांटकर नीचे दी गई जगह में लिखो. ഇവിടെ അച്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ഡ്രസ്സ്. അത് എങ്ങനെയുള്ളതാണ്? ഭഡ്കീലി. ഇവിടെ ഭഡ്കീലി ഡിസ്ക്രൈബിങ് വേർഡാണ്, അതായത് ഇതിന് വിശേഷണം എന്ന് പറയുന്നു. ഭഡ്കീലി അച്കൻ. അച്കൻ എങ്ങനെയുള്ളതാണ്? ഭഡ്കീലി. തിളങ്ങുന്ന അച്കനാണ്, തിളങ്ങുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഡിസ്ക്രൈബിങ് വേർഡാണ്, ഇതിന് വിശേഷണം എന്ന് പറയുന്നു. വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യ യാ സർവനാം കി വിശേഷത ബത്താനെ വാലെ ശബ്ദ കോ വിശേഷൻ कहते हैं. അതായത് ഏത് ശബ്ദമാണോ നൗണിൻ്റെയും പ്രൊനൗണിൻ്റെയും, അതായത് നാമത്തിൻ്റെയും സർവനാമത്തിൻ്റെയും വിശേഷത സൂചിപ്പിക്കുന്നത് ആ ശബ്ദത്തെ വിശേഷണം എന്ന് പറയുന്നു. സംഖ്യയുടെയും സർവനാമിൻ്റെയും ഒക്കെ വീഡിയോ, എക്സ്പ്ലനേഷൻ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് വിശേഷൻ? ഭഡ്കീലി. അതേപോലെ ചാണ്ടോ. ചാണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന്, ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. പുരാന ദോസ്ത്. പുരാന ദോസ്ത് എന്നാൽ പഴയ സുഹൃത്ത്. ഇവിടെ ദോസ്തിനെ വിശേഷിപ്പിക്കുകയാണ്. പുരാന പഴയ, ഖാസ് ദോസ്ത് സ്പെഷ്യൽ ദോസ്ത്. ഇവിടെ ദോസ്ത് സുഹൃത്ത് സ്പെഷ്യലാണ്. ഇവിടെ വിശേഷൻ ഖാസ്. മാമൂലി പോഷാക്ക് സാധാരണ ഡ്രസ്സ്, മാമൂലിയുടെ വിശേഷണമാണ്. അപ്നെ കപ്പടെ തൻ്റെ ഡ്രസ്സ്, ഇവിടെ അപ്നെ. അപ്നി അച്കൻ. അതേപോലെ തുമാര പഡോസി നിങ്ങളുടെ അയൽവാസി. ഇവിടെ തുമാരാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്, വിശേഷൻ. अन्य पड़ोसी, इतनी सी बात, तुम्हारी अकल. भड़कीली पुराना जैसे शब्द किसी के बारे में कुछ खास या विशेष बात बता रहे हैं, इसलिए इन्हें विशेषण कहते हैं. ഇവിടെ ഭഡ്കീലി, പുരാന ഇവയൊക്കെ ഒരു വാക്കിനെ കുറിച്ചുള്ള അതിൻ്റെ വിശേഷത പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ വിശേഷണം എന്ന് പറയുന്നത്. അടുത്തത് പാസ് പഡോസ്. പഡോസ് കി ഘർ മേ ജാകർ നസീറുദ്ദീൻ പഡോസി സെ മിലെ. അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് നസീറുദ്ദീൻ അയൽവാസിയെ കണ്ടു. തും അപ്നെ പഡോസി ബച്ചോ കെ സാത്ത് ബഹുത് സെ ഖേൽ ഖേൽത്തെ ഹോ. നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയായ അയൽപക്കത്തുള്ള കുട്ടികളുടെ കൂടെ കളിക്കാറുണ്ട്. പർ ക്യാ തും ഉൻകെ പരിവാർ കെ ബാരെ മേ ജാൻത്തെ ഹോ. പക്ഷേ നിങ്ങൾക്ക് അവരുടെ കുടുംബത്തെക്കുറിച്ച് അറിയാമോ? ചലോ ദോസ്തോं के बारे में और जानकारी इकट्ठी करते हैं. यदि तुम चाहो तो उनसे ये बातें पूछ सकते हो. ഇനി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ശേഖരിക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം. ഘർ മേ കുൽ കിത്നെ ലോഗ് ഹെ. വീട്ടിൽ മൊത്തത്തിൽ എത്ര ആളുകളുണ്ട്? ഉൻകെ നാം ക്യാ ഹെ. അവരുടെ പേരെന്തൊക്കെയാണ്? ഉൻകി ആയു ക്യാ ഹെ. അവരുടെ ഏജ് എത്രയൊക്കെയാണ്, വയസ്സ് എത്രയാണ്? വേ ക്യാ കാം കർത്തെ. അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഈ സൂചി മേ തും അപ്നെ മൻ സെ ബഹുത് സെ സവാൽ ജോഡ് സക്തെ ഹോ. ഈ പട്ടികയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അടുത്തത് ശബ്ദോं का हेरफेर. झूठा झूठा. इन शब्दों को बोलकर देखो. ये मिलती जुलती आवाज़ वाले शब्द हैं. ज़रा से अंदर से भी शब्द का अर्थ बदल जाता है. नीचे इसी तरह से कुछ शब्दों के जोड़े दिए गए हैं. इन सब के अर्थ अलग अलग है. इन शब्दों का वाक्यों में प्रयोग करो. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ്, പക്ഷേ അവയുടെ മീനിങ്സ് വ്യത്യസ്തമാണ്. ഘട ഘട. ഘട എന്ന് പറഞ്ഞാൽ എന്താണ്? പോട്ട്, മൺപാത്രം. ഘട എന്ന് പറഞ്ഞാൽ ടു മേക്ക്, ഉണ്ടാക്കുക. നമുക്ക് എങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കാം? ആജ് മേനെ മിട്ടി കാ ഘട ഖരീദ. ഇന്ന് ഞാനൊരു മൺപാത്രം വാങ്ങിച്ചു. കുമാറിനെ മിട്ടി കെ ബർത്തൻ ഘടേ. പോട്ടർ മൺപാത്രം ഉണ്ടാക്കി. അടുത്തത് ഘൂം ജൂം. ഘൂം എന്ന് പറഞ്ഞാൽ ടു റോം അറൗണ്ട്, ചുറ്റിക്കറങ്ങുക. ജൂം എന്ന് പറഞ്ഞാൽ ഡാൻസിങ് ഇൻ ഹാപ്പിനെസ്, സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യുക. സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം? घूम मैं अभी अभी घूम कर आया हूँ. झूम विशाल के जन्मदिन समारोह में सभी मस्ती में झूम रहे थे. അടുത്തത് രാജ് രാസ്. രാജ് എന്ന് പറഞ്ഞാൽ ഭരിക്കുക, ടു റൂൾ. രാസ് സീക്രട്ട്, രഹസ്യം. എങ്ങനെ ഉണ്ടാക്കാം? രാജ് ഭാരത് മേ അംഗ്രേസോं का राज था.
രാജ് കഹോ തോ മേ ഉസ്കെ രാജ് കി ബാത് ബതാ ദേ. ഭാരത് മേ അംഗ്രേസോ കാ രാജ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഇംഗ്ലീഷുകാരുടെ ഭരണമായിരുന്നു. കഹോ തോ മേ ഉസ്കെ രാജ് കി ബാത് ബതാ ദേ. പറയുകയാണെങ്കിൽ ഞാൻ അവൻ്റെ രഹസ്യം പറയുന്നത്. ഫൺ 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 എന്ന് പറഞ്ഞാൽ ടാലൻറ്റ്, കഴിവ്. ഫൺ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ഫണം, പത്തി, അതായത് സ്നേക്ക് ഹുഡ്. ഫൺ മേരാ ദോസ് കാർട്ടൂൺ ബനാനേക്ക് ഫൺ മേ മാഹിർ ഹെ. എൻ്റെ സുഹൃത്ത് കാർട്ടൂൺ ഉണ്ടാക്കുന്നതിൽ നല്ല നിപുണനാണ്. ഫൺ സാമ്പ് കാ ഫൺ ദേക്കോ. പാമ്പിൻ്റെ പത്തി നോക്കൂ. അടുത്തത് സജ സസ. സജ എന്ന് പറഞ്ഞാൽ ഡെക്കറേഷൻ, സജാക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക. സസ പണിഷ്മെൻറ്റ്. അപ്പം സജ മേരെ ജന്മദിൻ സമാരോഹ അവസർ പർ പൂരാ ഘർ സജാത്ത. എൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ, ബർത്ത്ഡേ സെലിബ്രേഷനിൽ വീട് മുഴുവൻ അലങ്കരിച്ചിരുന്നു. സസ ഗലത് കർണേ വാലോങ്കോ സസ ജറൂർ മിൽനി ചാഹിയെ. തെറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും അതിൻ്റെ ശിക്ഷ ലഭിക്കണം. അടുത്തത് ഖോൽ ഖൗൾ. ഖോൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ, തുറക്കുക. ഖൗൾ ബോയിൽ, തിളയ്ക്കുക. ഖോൽ വ ഖിടുക്കി ഖോൽ കർ ചോട് ദിയ. അവൻ ജനവാതിൽ തുറന്നിട്ട് പോയി. ഖൗൾ ആഗ് പർ പാനി ഖൗൾ രഹാ ഹൈ. തീയിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഘട എന്ന് പറഞ്ഞാൽ പോട്ട്, ഗഡ ടു മേക്ക്, ഉണ്ടാക്കുക. ഘൂം ടു റോം അറൗണ്ട്, ചുറ്റിക്കറങ്ങുക. ജൂം ഡാൻസിങ് ഇൻ ഹാപ്പിനെസ്. രാജ് ടു റൂൾ, ഭരിക്കുക. രാസ് സീക്രറ്റ്, രഹസ്യം. ഫൺ ടാലൻറ്റ്, കഴിവ്. ഫൺ പാമ്പിൻ്റെ പത്തി അല്ലെങ്കിൽ ഫണം, സ്നേക്ക് ഹുഡ്. സജ ഡെക്കറേഷൻ, അലങ്കരിക്കുക. സസ പണിഷ്മെൻറ്റ്, ശിക്ഷ. ഖോൾ ഓപ്പൺ, തുറക്കുക. ഖൗൾ ബോയിൽ, തിളയ്ക്കുക. സംഖ്യ, സർവനാം, വിശേഷണ ഇവയുടെയൊക്കെ വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. ഹിന്ദി ഗ്രാമർ സെക്ഷനിലുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.